ഏതൊരു ബൈക്കും നമുക്ക് അതിൻ്റെ എല്ലാ റേഞ്ചിലും പേടിയില്ലാതെ ഓടിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ആ വണ്ടിയോട് ഇണങ്ങിച്ചേർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഡ്യൂക്ക്, KTM RC, ഡൊമിനർ 400, ക്ലാസിക് 350 ഈ ഒരു വണ്ടികളൊക്കെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയിൽ മാറ്റം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇനി നമുക്ക് കുറച്ച് നേരം ഒന്നും സംസാരിക്കാതെ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2021 മോഡൽ BS6 ഹിമാലയൻ ആണ്. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ലെവൽ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വണ്ടീനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പെർഫോമൻസ് ലെവൽ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ചിട്ട് സംസാരിക്കാം. ഓരോ ഗിയറിലും വണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ വരെ നമ്മളെ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. ഒന്നുകൂടെ ടോപ്പിൽ നിന്ന് കയറി നോക്കാം. 80, 90 ആ റേഞ്ചിൽ കയറുമ്പോൾ യാതൊരു രീതിയിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 100, 110 ഒക്കെ കയറുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഓ മൈ ഗോഡ്, ഫിഫ്ത്ത്. പിന്നെ എനിക്ക് ഈ ഒരു ബൈക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഹൈറ്റ് തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തൊക്കെ ഹാൻഡിൽ ബാർ റേസർ പോലുള്ള സംഭവങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യും. നോർമലി ഹിമാലയയുടെ ഹൈറ്റിനേക്കാൾ ഒരുപാട് ഹൈറ്റ് കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക്. ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ബാർ റേസർ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അതൊരു ഹൈറ്റ് ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് സ്ട്രൈറ്റ് പിടിക്കാം. പിന്നെ ഈ ഒരു വാഹനം ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. ഓൺ റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഓൺ റോഡ് പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. ഓഫ് റോഡ് പർപ്പസിനും ഓൺ റോഡ് പർപ്പസിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഡിസൈനും പാറ്റേണിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ എൻജിൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് എന്നാലും ഓൺ റോഡ് പർപ്പസിന് നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു 80, 90 ഒക്കെ വണ്ടി കയറുന്ന ടൈമിൽ നമ്മുടെ രണ്ട് മിററിൻ്റെ ഭാഗത്തൊന്നും യാതൊരു രീതിയിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ക്ലാസിക് 350 ഒക്കെ ആണെങ്കിൽ 60 നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസും ജർക്ക് ചെയ്യുന്നത് കാണാറുണ്ട്. ആ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഓഫ് റോഡ് പർപ്പസിനും ഓൺ റോഡ് പർപ്പസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ഹിമാലയൻ എന്നതാണ്. ഈ ഒരു വണ്ടിയുടെ എൻജിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പർപ്പസിനാണെങ്കിലും ഓൺ റോഡ് പർപ്പസിനും ഓഫ് റോഡ് പർപ്പസിനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. BS6 വന്നപ്പോൾ ചെറിയ രീതിയിലുള്ള അപ്ഗ്രഡേഷൻ, BS4 സംബന്ധിച്ചോളം ചെറിയ രീതിയിലുള്ള അപ്ഗ്രഡേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ മീറ്റർ കൺസോളിൻ്റെ ഭാഗങ്ങളാണ്. മീറ്റർ കൺസോളിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ നാവിഗേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ട് നാവിഗേഷൻ നോക്കണേക്കാട്ടും ഒന്നുകൂടെ ബെറ്റർ നമ്മളെ വണ്ടിയിലുള്ള നാവിഗേഷൻ സിസ്റ്റം ആയിരിക്കും. കറക്റ്റ് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ഈ ഒരു വണ്ടിക്ക്
റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ BS4 നിന്നും BS6 വന്നപ്പോൾ വേറെ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻഷീൽഡിന്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. BS4 വരുമ്പോൾ BS4ന്റെ വിൻഷീൽഡ് വരുന്നത് താഴ്ഭാഗത്ത് സ്ലിമും മുകൾ ഭാഗത്ത് കുറച്ച് വൃത്ത് കൂടിയ ടൈപ്പായിരുന്നു. BS6 വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഈ ഒരു നാവിഗേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്ത് കുറച്ച് വൃത്ത് കൂട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ സ്ലിം ആയിട്ടും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടലി വണ്ടിയുടെ ലുക്ക് നോക്കുമ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത രീതിയിൽ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് ക്ഷമിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം താണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ചിട്ട് തന്നെ പോകാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്നും സംസാരിക്കാതെ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യാം. ഡ്യൂക്ക്, KTM RC, ഡൊമിനർ 400, ക്ലാസിക് 350 ഈ ഒരു വണ്ടികളൊക്കെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയിൽ മാറ്റം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഓരോ ഗിയറിലും നമ്മൾ ഓടിക്കുന്ന ഓരോ ഗിയറിലും ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ വരെ നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. 80-90 വണ്ടി കയറുമ്പോഴും നമുക്ക് മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് യാതൊരു പേടിയോ അതുപോലെ തന്നെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഏതൊരു ബൈക്കും നമുക്ക് അതിൻ്റെ എല്ലാ റേഞ്ചിലും പേടിയില്ലാതെ ഓടിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ആ വണ്ടിയോട് ഇണങ്ങിച്ചേർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മിഡ് റേഞ്ചിലും അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് റേഞ്ചിലും നമുക്ക് പേടിയില്ലാതെ ഓടിക്കാൻ പറ്റണം. അങ്ങനെ പേടിയില്ലാതെ ഒരു ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിമാലയൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100-120 കയറിയാൽ തന്നെ ചെറിയ രീതിയിൽ വൈബ്രേഷൻ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയുടെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫ് റോഡ് പർപ്പസിനും ഓൺ റോഡ് പർപ്പസിനും നിങ്ങൾക്ക് ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിമാലയൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് എന്നതിന് പുറമെ നമുക്കൊരു സിറ്റി പർപ്പസിനൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ബൈക്കും കൂടി, നല്ലൊരു ബൈക്കും കൂടിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സ്പ്ലെൻഡർ 400 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ബൈക്കുകളും നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടികൾ എടുക്കുക. ഓക്കെ, നമ്മൾ ഗോപ്രോൻ്റെ ബാറ്ററി തീർന്നു പോയി. ഓക്കെ, നമുക്ക് ഈ ഒരു ബൈപ്പാസിലൊന്ന് കയറിയിട്ട് ഒരു ടോപ്പ് എൻഡിൽ ഒന്ന് അടിച്ചു നോക്കാം. ടോപ്പ് എൻഡിൽ കയറുക എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് മാക്സിമം ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. എൺപത് 90 കൂടായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഫോർത്ത് ഗിയറിൽ തന്നെ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഓടിക്കാൻ ഫോർത്ത് ഗിയർ വരെ ഒക്കെ ഈ ഒരു ബൈക്കിന് ധാരാളമാണ്. ഫിഫ്ത്ത് ഗിയറിലൊക്കെ നമുക്കൊരു ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ആക്സിലേറ്ററൊക്കെ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഫൈൻ. ഉണ്ട് ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ എനിക്ക് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.